ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ മകല്ലൻ പണ്ട് ഒരു പായ്ക്കപ്പലെടുത്ത് വർഷങ്ങളോളം യാത്ര ചെയ്ത കഥയാണ് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുള്ളത്. എന്നാൽ വെറും 3 മണിക്കൂർ കൊണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചു. വേറെ ആരുമല്ല, നമ്മുടെ ഹരിയാനയിലെ പഴയ കോൺഗ്രസിൻ്റെ നേതാവും ഇപ്പോഴത്തെ BJPയുടെ നേതാവുമായ അശോക് തൻവർ. അന്നേ പറയുമായിരുന്നു, പലരും പാർട്ടി വിട്ടു പോകുമ്പോൾ ഈ പറയുന്നത് പോലെ അത് രാഹുൽ ഗാന്ധിയെ കൊള്ളാത്തത് കൊണ്ടോ KC വേണുഗോപാലിനെ കൊള്ളാത്തത് കൊണ്ടോ അല്ല, ഇവിടെ ഒരു നനവ് കാണാത്തത് കൊണ്ടാണ്. നനവ് കണ്ടാൽ ഇതെല്ലാം മടങ്ങി ഇവിടെ വന്ന് നിന്ന് കിളിർത്ത് തളിർത്ത് പൂവിടും, പുഷ്പിക്കുമെന്ന് അന്നെല്ലാവരും അത് കുറ്റം പറഞ്ഞു. പക്ഷേ ദേ ഇപ്പോൾ 1:45 BJPയുടെ പ്രചാരണത്തിൽ പങ്കെടുത്ത അശോക് തൻവർ 3 മണിയായപ്പോൾ നേരെ രാഹുൽ ഗാന്ധിയുടെ വേദിയിലെത്തി കോൺഗ്രസിൻ്റെ അംഗത്വം സ്വീകരിച്ചു. സഭാഷ്. ഇനി അതുകൊണ്ട് എന്നിവിടെ കാണുമെന്നൊന്നും ഉറപ്പിക്കരുത്. ഇതാണ് ആ ചാക്രിക വലയം. ഈ ഓരോ സംസ്ഥാനങ്ങളിലെയും വിജയപരാജയങ്ങൾ പ്രവചിച്ചുകൊണ്ട് പലരും എക്സിറ്റ് പോളും പ്രീ പോളും ഒക്കെ നടത്താറുണ്ട്. ഈ പ്രീ പോളും എക്സിറ്റ് പോളും ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷനും തെറ്റി. പക്ഷേ ചില സൂചനകൾ നമുക്ക് ഈ പ്രീ പോൾ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലത്തെക്കാൾ പ്രബലമായി വിശ്വാസത്തിലെടുക്കാവുന്നതുണ്ട്. അതെന്താണെന്നറിയോ? ഈ അവസരവാദികളുടെയും സ്ഥാനമോഹികളുടെയും ഒഴുക്കാണ്. അത് കാണുമ്പോൾ നമുക്കറിയാം എങ്ങോട്ടാണ് അവിടുത്തെ ക്ലൈമറ്റ് ചാഞ്ഞു നിൽക്കുന്നതെന്ന്. കാരണം ഇവർ പഠിച്ചിട്ടാണ് ചാടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അശോക് തൻവർ എന്ന് പറയുന്നത് ഹരിയാന PCC അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഒരു ഒറ്റച്ചാട്ടത്തിന് അവിടെ നിന്ന് തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് ചാടി. തൃണമൂലിൽ നിന്ന് അവിടുന്ന് ചാടി നേരെ ആം ആദ്മിയിലേക്ക് ചാടി. ആം ആദ്മിയിൽ നിന്ന് ചാടി പിന്നെത്തിയത് BJPയിലാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ മലയാള സിനിമയായ പൊന്തന്മാടയിൽ ഒരു കമുകിൽ നിന്ന് അല്ലെങ്കിൽ അടയ്ക്കാമരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന മമ്മൂട്ടി കഥാപാത്രത്തെ പോലെ തോന്നിപ്പിക്കുന്ന ഒരുപാട് പേർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. എന്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത്? എല്ലാം വളരെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലില്ലേ എണ്ണി പറഞ്ഞാൽ സാക്ഷാൽ കോൺഗ്രസിൻ്റെ ആദ്യാവസാനം ഉപയോഗിച്ച 10-45 കൊല്ലക്കാലത്തോളം പാർട്ടിയുടെ തണലിൽ ജീവിച്ച വളർന്ന കുടുംബത്തിൽ നിന്ന് ആൻ്റണിയുടെ മോൻ പോയില്ലേ? അക്ക അവിടെ വന്നു പറഞ്ഞില്ലേ? അക്ക പറഞ്ഞു വിട്ടതാ, മറ്റേ എവിടെയോ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അക്ക അവിടെ വിട്ടതാന്ന് പറഞ്ഞതുപോലെ ഉള്ള ആളുകൾ രാജ്യം മൊത്തമുണ്ട്. അവരൊക്കെ കളഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ പറയും രാഹുൽ ഗാന്ധിയെ കൊള്ളത്തില്ല, അയാൾ മോശമാണ്, കുറേ KC വേണുഗോപാലിനെ തെറി വിളിക്കും, അയാളെ എന്തോത്തിന് കൊള്ളാമെന്നൊക്കെ ചോദിച്ച്. അവരെ ആരെയും കൊള്ളാത്തതോ കൊള്ളാവുന്നതോ അല്ല പ്രശ്നം. നനവുണ്ടെങ്കിലേ അവിടെ കിളിർക്കൂ. മരുഭൂമിയിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തു ചെയ്യും? നനഞ്ഞ സ്ഥലത്തോട്ടൊക്കെ ഇങ്ങനെ പോകും. വീണ്ടും ഇവിടെ നനവ് കാണുമ്പോൾ മടങ്ങി വരും. അതുകൊണ്ട് ഇനി രാഹുൽ ഗാന്ധി യുഗമാണ് വരാനിരിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഈ പോയത് പലതും കറങ്ങി വരുന്നത് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിലെ വിചിത്രമായ ഒരു സംഗതിയാണ് ഹരിയാനയിൽ കണ്ടത്. അശോക് തൻവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാക്രിക വലം പൂർത്തിയാക്കാൻ, ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കാൻ മകല്ലൻ അത്രയും സമയം എടുത്തെങ്കിലും സാക്ഷാൽ നമ്മുടെ അശോക് തൻവറിന് വളരെ കുറഞ്ഞ മണിക്കൂറുകളെ എടുത്തുള്ളൂ. അതായത് അദ്ദേഹം 1:45 BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുകയാണ്. അദ്ദേഹം BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അത് എക്സ് പ്രൊഫൈലിൽ അത് ഇടുകയും ചെയ്തു. രൺധീർ പനിഹാർ എന്ന് പറയുന്ന നാൽവ സീറ്റിൽ മത്സരിക്കുന്ന ആളിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൽ യോഗത്തിൽ പ്രസംഗിച്ച് കൈകൾ പൊക്കി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ടിറ്റ് ചെയ്ത് ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1:45 ഈ സംഗതി കഴിഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ എങ്ങാണ്ട് കഴിയുമ്പോഴേക്കും ഇദ്ദേഹം നേരെ കോൺഗ്രസിൻ്റെ വേദിയിലെത്തി രാഹുൽ ഗാന്ധിയിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിച്ച് ഇനി മുതൽ ഞാൻ ഇവിടെയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഇടയ്ക്ക് പ്രസംഗം നിർത്തിയിട്ട് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇനി എന്ത് സംഭവിക്കുമെന്നും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് പുള്ളി അങ്ങ് നിർത്തിക്കൊടുത്തു. അപ്പോഴാണ് സാക്ഷാൽ ഇദ്ദേഹം വന്നത്. അദ്ദേഹം ഈ പാർട്ടി വിട്ടുപോയത് 2019-ലാണ്. 2019 ഹൂഡയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് അദ്ദേഹം വിട്ടുപോയത്. പിന്നീട് അദ്ദേഹം പല പാർട്ടികളിൽ പോയാണ് 1.5 മണിക്കൂർ കൊണ്ട് കറങ്ങി ഇവിടെ എത്തിയത്. ഇദ്ദേഹത്തിൻ്റെ വരവ്, ഇദ്ദേഹം ഒരു ദളിത് നേതാവാണ്. അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ ഇലക്ഷൻ റിസൾട്ടിനെ ഇത് ഗണ്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇനി ആകെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ഇലക്ഷൻ നടക്കാൻ. ആ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാന റൗണ്ടിലാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒരു ഗുണപാഠമുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഓപ്പറേഷൻ ലോട്ടസിലൂടെയും സാമ്പത്തികം നടത്തിയും EDയെ ഭയപ്പെടുത്തിയും ഒക്കെ പലരെയും ഇതുപോലെ പൊളിച്ചുകൊണ്ട് പോയി. എന്നാലോചിച്ച് നോക്കും, മഹാരാഷ്ട്രയിലൊക്കെ അവിടുത്തെ PCC അധ്യക്ഷനെ ഉൾപ്പെടെ അങ്ങ് പൊളിച്ചുകൊണ്ട് പോയത്. പക്ഷേ കാലം കണക്ക് തീർത്തു. ഇനി കാലം കണക്ക് തീർക്കുന്ന കാലമാണ് വരാനുള്ളത്.